കർത്താവ് നമ്മളോട് പറയുന്നില്ലേ, നിങ്ങളിത് പുറത്തു പോയി പറയണം എന്ന് പറയണില്ലേ? ഈ ദൈവം ആര് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവം ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങളുടെ സാക്ഷ്യം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് എടുക്കേണ്ടി വരികയാണെങ്കിൽ സാക്ഷി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉടമ്പടി പുഷ്കലമാകണമെന്നുണ്ടെങ്കിലും സാക്ഷ്യം വേണം. അതുകൊണ്ട് ചില ആൾക്ക് ആ സാക്ഷ്യം പറയുമ്പോൾ അന്ന് മുതൽ ഉടമ്പടി ഒന്ന് നിങ്ങൾ കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. സെക്യൂരിറ്റി ആവും. നിങ്ങളുടെ അനുഗ്രഹത്തിന് മേൽ കർത്താവിന് ഒരു സെക്യൂരിറ്റി കിട്ടും. നിങ്ങൾക്ക് അത് നഷ്ടപ്പെടത്തില്ല. കാര്യം വന്ന രോഗം പിന്നെയും വരരുതല്ലോ. അപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കടമ തീർന്നു. നമുക്ക് നഷ്ടപ്പെട്ട പോലെ, നമുക്ക് വന്ന പോലെ കടങ്ങൾ ഇനിയും വരരുതല്ലോ, വന്ന അപകടം ഇനിയും വരരുതല്ലോ. അപ്പോൾ ഈ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി കൂടി സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ സാക്ഷ്യം പറയണത്. നിങ്ങൾക്ക് ജോലി കിട്ടി, ആ ജോലി കിട്ടിയത് ഇനി പോകരുതല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പേരിലാക്കിയെടുക്കുകയാണ് നമ്മൾ സാക്ഷ്യത്തിലെ. സാക്ഷ്യം എന്താണ്? ദൈവം അത് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹം പോകാതിരിക്കാനാണ്, നമ്മൾ വീണ്ടും അത് വരാതിരിക്കാനാണ്, ആ ഒരു രോഗവും മറ്റ് കഷ്ടപ്പാടുകളോ വീണ്ടും വരാതിരിക്കാനാണ് നമ്മൾ സാക്ഷ്യം പറഞ്ഞ് ആ ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷിയാക്കി അക്കൗണ്ടബിളാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം വേറെയാണ്. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ, ഉടമ്പടിയിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താ കാര്യം? നിങ്ങളെ സുവിശേഷമാക്കുകയാണ് ദൈവം ചെയ്യണത്. നിങ്ങളെ സുവിശേഷമാക്കുകയാണ്. എന്തിനാണ്? സംശയമുള്ള ആൾക്കാരെ, ദൈവത്തെക്കുറിച്ച് സംശയമുള്ള ആൾക്കാർക്ക് നിങ്ങൾ സംശയ നിവാരണം ചെയ്യുകയാണ്. നിങ്ങളുടെ സാക്ഷ്യം ഒരു 50,000 പേര് ഇപ്പോൾ കൃപാസനത്തിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യം കേൾക്കുന്നത് കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ്. ലോകത്താണ് ഞാൻ പറയണത്, അല്ല കേരളത്തിലല്ല. നിങ്ങളെ ഇന്നിപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ശുശ്രൂഷ സഭയ്ക്കുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ടാവുമല്ലോ, നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സാക്ഷ്യം പറയുന്നത് ഈ ഒരു അൾത്താറയിലാണ്. കാര്യം എന്താണ്? ലോകത്ത് എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യമുണ്ട്. അല്ലാതെ ഒരാഴ്ച ധ്യാനം നടത്തിയിട്ട് ധ്യാനത്തിൻ്റെ അവസാനം കുറച്ച് സാക്ഷ്യം പറയുകയല്ല. ഇത് എല്ലാ ദിവസവുമാണ്. 11 മണി തൊട്ട് 5 മണി വരെ സാക്ഷ്യമാണ്, 6 മണി വരെ. 11 മണി തൊട്ട് രാവിലെ 5 മണി വരെ സാക്ഷ്യം പറഞ്ഞ ലോകത്ത് ഏത് ശുശ്രൂഷ കേന്ദ്രമുണ്ട്? അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ കൈ കൊടുത്തിരിക്കുന്ന പുളിങ്കമ്പയിലാണെന്ന്. എന്താ കാര്യം? കർത്താവ് ഈ കാലത്തെ കണ്ണീരിന് തന്ന മറുപടിയാണിത്. കൈ ഇട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമ്മുടെ പേഴ്സണൽ അസസ്മെൻ്റ് ആണ് ഇന്നത്തെ വിഷയം അല്ലേ? ആത്മീയമായ ഒരു അസസ്മെൻ്റ്, കണക്കെടുപ്പ്, ഓഡിറ്റിങ്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ദൈവസ്നേഹം കണ്ടു, രണ്ടാമത് വിശ്വാസം കണ്ടു, ഇപ്പം എന്താ കാണുന്നത്? സാക്ഷ്യം. എന്താണ് സാക്ഷ്യം? സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഒരു ഉദ്ദേശമുണ്ട്, നമ്മളുടെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഉദ്ദേശം. എന്താണ്? നമുക്ക് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകരുത്, അതാണ് ഒന്ന്. പക്ഷേ ദൈവത്തിന് വേറൊരു ഉദ്ദേശമുണ്ട് സാക്ഷ്യം കൊണ്ട്. എന്താ ഉദ്ദേശം? നിങ്ങളെ സുവിശേഷമാക്കി കൈമാറുക. ആർക്കാണ്? ദൈവത്തെക്കുറിച്ച് ഐഡിയ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടി വരുമ്പോൾ തന്നെ, ആദ്യകാലങ്ങളിലൊക്കെ 2016, 17 കാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുമായിരുന്നു. ഇത് പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും, ഇത് കള്ളത്തരമാണോ തട്ടിപ്പാണോ നോക്കാനും, അവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയൊക്കെ വരണതാണ്. ഞങ്ങളാരും മൈൻഡ് ചെയ്യത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. ഒരിക്കലും അവർ മനസ്സിലാക്കി. പക്ഷേ അവരൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാശ് കൊടുത്തിട്ടാണ് സാക്ഷ്യം പറയിപ്പിക്കണമെന്നാണ്. നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ, ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ താഴെ കമൻ്റ് ആവും, എത്ര രൂപ കിട്ടി കൃപാസനത്തിൽ നിന്ന്? 5,000 രൂപയാണോ 10,000 രൂപയാണോ എന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റ് ചെയ്യും. ഇപ്പോഴാരും കമൻറ്റ് ചെയ്യണില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ശുശ്രൂഷയോടെ മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു ഉപകരണമാണ്. നിലക്കാത്ത സാക്ഷ്യങ്ങളായില്ലേ? അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഇങ്ങനെ ഈ കഴിഞ്ഞ 10,000 മനുഷ്യർക്ക് 5,000 രൂപ കൊടുക്കാൻ പലയിടത്തും കിട്ടുക. 10,000 മനുഷ്യരല്ലേ സാക്ഷ്യം പറയണം. അപ്പോഴിപ്പോൾ അത് ഒതുങ്ങി ശരിക്കും. ഇനി ആരെങ്കിലും വേറെ ഏതെങ്കിലും കാര്യം അവർക്ക് തോന്നുന്ന രീതി കുത്തിപ്പൊക്കിയാലേ ഉള്ളൂ. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസം കാണുമ്പോഴേ അവർക്കൊരു ശാന്തി കിട്ടി നമ്മുടെയും കൂടി അവരെന്തൊക്കെ വലിച്ചെടുക്കും.
അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വിവാദമൊക്കെ ഉണ്ടായത്. നമ്മൾക്ക് ഒരു ബന്ധമില്ല, പുറത്ത് എന്തെങ്കിലും കോമാളിത്തരങ്ങൾ മറ്റുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ അവരുടെ ആൾക്കാർ നമ്മളെയും കൂടി അതിൻ്റെ അകത്ത് പെടുത്തിയിട്ട് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ചേർക്കാൻ നോക്കും. പക്ഷെ അതൊന്നും അങ്ങനെയൊക്കെ ഇരുട്ടുകൊണ്ട് ഊട്ടടച്ചിട്ട് എത്ര കാലം നമുക്ക് ഊട്ടടച്ച് ജീവിക്കാൻ പറ്റും? കർത്താവിൻ്റെ വചനത്തിന് സുവിശേഷം വിലങ്ങി വെക്കപ്പെടാത്തതാണ്. കൃപാസനം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സുവിശേഷം വിലങ്ങി വെക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കട്ടെ. തിമോത്തി 2:9 ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും സുവിശേഷത്തിന് അതിൻ്റെ അടയാളവും വിലങ്ങി വെക്കപ്പെടാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് കൊതി ഉണ്ടാകണം. എന്താണ് സാക്ഷ്യം പറയണമെങ്കിൽ ഒന്നാമത്തെ ചിലർക്ക് സാക്ഷ്യം പറഞ്ഞാൽ ഡബിൾ ബെനിഫിറ്റാണ്. എന്താ കാര്യം? അവർ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കൃപാസനത്തിൽ വന്നൊരു സാക്ഷ്യം പറയുമ്പോൾ ചില സമയത്ത് വീട്ടുകാർ പറയും, അയ്യോ അത് വേണ്ടായിരുന്നു, നമ്മളെ 10 മനുഷ്യർ അറിയണതല്ലേ, നിങ്ങൾ ഈ പൊസിഷനൊക്കെ ഇരിക്കണതല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്നവരാണ് ആദ്യം വന്ന് സാക്ഷ്യം പറയേണ്ടത്. കാര്യം നിങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ അറിയാം. എനിക്കിപ്പോൾ എപ്പം മരിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ളത് അമ്മയെ ഞാൻ നേരെ കണ്ടത് കൊണ്ടാണ്. അമ്മയെ കാണുമ്പോഴും ആവശ്യം കൂടുമല്ലോ. അപ്പം നമുക്ക് മരണമില്ലല്ലോ, നിത്യതയിലും നമ്മൾ അമ്മയുടെ കൂടെ ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ അമ്മ വിളിച്ചുകൊണ്ട് പോയി ഈശോൻ്റെ അടുത്ത് ഇരുത്തുമല്ലോ, ഉറപ്പല്ലേ ആ കാര്യം. അതുപോലെ തന്നെ അപ്പം ഞാൻ കണ്ട് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾക്ക് എന്നേക്കാൾ ഉറപ്പാണ്. എന്താ കാര്യം? നിങ്ങൾ പ്രത്യക്ഷപ്പെടാതെ തന്നെ വിശ്വസിക്കുന്നു. കൈയിടിച്ച് കർത്താവിന്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്പിരിച്വൽ ഓഡിറ്റിങ്ങിൻ്റെ 1 ദൈവസ്നേഹം, 2 ദൈവവിശ്വാസം, 3 സാക്ഷ്യം. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുക. അതാണ് സംഭവം. അതാണ് യോഹന്നാൻ്റെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:42 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുക. വീട്ടിലിരുന്ന് ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, 10 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മളെ ഇപ്പോൾ ഈശോ ഒരു ജനറൽ ഫോർമാറ്റാണ് നൽകണത്. അതിന് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈശോ എന്താ പറഞ്ഞത്? 10:32 എന്താ പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ ഇത് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയണമെന്ന് വെച്ചാൽ അത് ജനറലാണ്. ഇതിന്റെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് എന്താ പറയണത്? നിന്നെ ഏറ്റുപറയേണ്ട ദൈവവേദലേ, നീ ദൈവത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ നീ ദൈവത്തെ ഓൺ ചെയ്യുകയാണ്. നീ ദൈവത്തെ ഓൺ ചെയ്താൽ ഇപ്സോ ഫാക്ടോ ദൈവം നിന്നെ ഓൺ ചെയ്തിരിക്കും. കൈയടിച്ച് കിടന്നാണ്.